BNS സെക്ഷൻ 112 എന്നാണ് എൻ്റെ ഓർമ്മ. അതനുസരിച്ച് കുടിവെള്ളത്തിൽ വിഷം കലർത്തുന്നത് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി, ടെററിസമാണ്, ടെററിസത്തിൻ്റെ വകുപ്പാണ്. അതിൽ 112 എന്നാണ് എൻ്റെ ഓർമ്മ. മേ ബി 113 ആവാം. അതിൽ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുടിവെള്ളത്തിൽ വിഷം കലർത്തുക, പിന്നെ മറ്റു പല പ്രവൃത്തികൾ. അപ്പോൾ കലർത്തിയത് ഹരിയാന സർക്കാരാണെന്നാണ് കേജ്രിവാൾ പറയുന്നു. ഹരിയാന സർക്കാരിലെ ആര്? നിങ്ങൾക്ക് എവിടുന്ന് ഈ വിവരം കിട്ടി? വാസ്തവത്തിൽ ഡൽഹി പോലീസ് ചെയ്യേണ്ടത് പേരില്ലാതെ ഒരു FIR രജിസ്റ്റർ ചെയ്യും. ഈ BNS 112 വെച്ച് കേജ്രിവാളിനെ സാക്ഷിയാക്കി നോട്ടീസ് അയക്കും. ഈ കേജ്രിവാളിനെതിരെ മാനനഷ്ട കേസിന് അതിനൊന്നും പോകരുത്, അതൊന്നും നിലനിൽക്കുന്നതല്ല. കേജ്രിവാളിനെ മത്സരിക്കുന്നതിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ വിലക്കരുത്, അതാണ് ആ മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. കേജ്രിവാൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇൻ്റർനാഷണൽ ഡീപ്പ് സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു ടൂൾ കേജ്രിവാളാണ്. അല്ലെങ്കിൽ നോക്ക്, ഇന്ത്യൻ പൊളിറ്റിക്സിൽ മോദിക്ക് പകരം പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി, പിന്നെ കേജ്രിവാളാണ്. എന്തുകൊണ്ടാണ്? ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റ് പോലും അയാളുടെ കയ്യിലില്ല, നിയമസഭയാണുള്ളത്. അതിലും എത്രയോ ശക്തനാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ. എപ്പോഴെങ്കിലും മോദിക്ക് പകരം സ്റ്റാലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? മോദിക്ക് പകരം മമതാ ബാനർജി എന്ന് കേട്ടിട്ടുണ്ടോ? മോദിക്ക് പകരം അഖിലേഷ് യാദവ് എന്ന് കേട്ടിട്ടുണ്ടോ? ബട്ട് മോദിക്ക് പകരം കേജ്രിവാൾ എന്ന് പലതവണ കേജ്രിവാളും പറയും, ബാക്കിയുള്ളവരും പറയും. ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ. അവർ ചില ആൾക്കാരെ കണ്ടുവച്ചിട്ടുണ്ട്, അവർ വഴി അത് ഓപ്പറേറ്റ് ചെയ്യുന്നു.